നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി മുത്തോലുപുരത്ത് ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ജിബി എബ്രഹാമിന്റെ വിജയത്തിനായി നടത്തിയ കുടുംബസംഗമം പങ്കാളിത്തം കൊണ്ടും പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നു കൊണ്ടും ശ്രദ്ധേയമായി. ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രതീഷ് ടിയും ബൂത്ത് പ്രസിഡന്റ് ദീപവും അനിൽ പെരുമുഴിക്കൽ ഉൾപ്പെടെയുള്ള മുത്തോലുപുരത്തെ പ്രധാന NDA പ്രവർത്തകർ ചേർന്ന് സംഘടിപ്പിച്ച അഭിനന്ദനാർഹമായ ഈ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ദേശീയ ജനാധിപത്യ സഖ്യം ഇലഞ്ഞി ചെയർമാൻ ഷൈബി തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. 2020 നേതാവ് അബ്രഹാം സാർ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട് ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചു. സജി നെല്ലൂരിപ്പാറ, സുധീഷ് കുമാർ S തുടങ്ങിയവർ സംസാരിച്ചു. ആരോമർച്ചയൊക്കെ പോലെ കച്ചമുറച്ച് നമ്മൾ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തില് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചക്കയാണ്. ജിബി എബ്രഹാമാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സാധാരണ ഒരു ഓട്ട മത്സരം, ഒരു യുദ്ധവും പോലെയല്ല രാഷ്ട്രീയത്തിൽ നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ സാധാരണ മത്സരത്തിലാണെങ്കിൽ മത്സരിച്ചാലും ഒന്നാം സ്ഥാനം, ഓട്ട മത്സരമാണെങ്കിൽ ഒന്നാം സ്ഥാനം പ്രഖ്യാപിച്ചാലും ഒക്കെ ഒന്നാം സ്ഥാനം. പക്ഷെ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ആ ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പം പുറകിൽ നിന്നുള്ള ചവിട്ടുകൊണ്ട് ആൾ പരാജയപ്പെട്ടെന്ന് വരാം. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനകത്ത് 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ മറ്റേ വടക്കൻ പാട്ടുകളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. തച്ചോളി ആരോമചേകവരുടെ കഥ. അംഗത്തിൽ ആരോമചേകവരാണ് ജയിച്ചത്, നമുക്കറിയാം. ഉദ്യോഗസ്ഥന്മാരും ചൂഷണം ചെയ്ത് അവർക്ക് കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ചെല്ലും. അതോടൊപ്പം തന്നെ ജൻധൻ അക്കൗണ്ട് എടുത്തിരുന്ന പാവപ്പെട്ട സഹോദരിമാർക്ക് കോവിഡ് കാലത്ത് 1500 രൂപ വീതം 2 പ്രാവശ്യം കൊടുത്തു നമ്മുടെ പ്രധാനമന്ത്രി. ആ വികസനത്തിനാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അത്തരം വികസനങ്ങൾ നമ്മുടെ കേരളത്തിലും വരണ്ടേ. അതോടൊപ്പം തന്നെ മറ്റേ സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുന്നത്, കർഷക സമ്മാന നിധി, ഇവിടെ കർഷക സമ്മാന നിധി കിട്ടുന്ന കുടുംബങ്ങൾ ആയിരിക്കണം മുഴുവൻ തന്നെ. അത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിന് കൂലി കാലങ്ങളായിട്ട് പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഇവർ ചെയ്യുന്ന തന്നെ, ഇവര് തൊഴിലുറപ്പിന് കൂലി ഗവൺമെന്റ് കൂട്ടുമ്പോൾ തൊഴിലുറപ്പിന് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമരത്തിനിറക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.